ഹായ് ഹലോ ഫ്രണ്ട്സ്, പൂക്കാലം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു സ്നേഹയെ തിരഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ സ്നേഹയെ എവിടെയും മനുവിന് കാണാനായിട്ട് പറ്റുന്നില്ല. മനു വിഷമത്തോടുകൂടി വീണ്ടും വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. വീട്ടിലേക്ക് വന്നതിന് ശേഷം മനുവിനോട് മുത്തശ്ശിയും അമ്മയും ചോദിക്കുന്നുണ്ട്, മോനെ നീ എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുമ്പോഴത്തേനും എങ്ങോട്ടുമില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. നിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്കല്ലേ, എന്താണ് പറ്റിയത്? ഒന്നും തന്നെ പറ്റിയിട്ടില്ല എന്ന് മട്ടിൽ മനു അകത്തേക്ക് പോകുന്നു. മനുവിൻ്റെ വിഷമം കണ്ടു നിൽക്കുന്ന ഏട്ടൻ വന്നിട്ട് മനുവിനോട് സംസാരിക്കുകയാണോ ചെയ്യുന്നത്. എന്താടാ നിനക്ക് പറ്റിയത്? സ്നേഹം ഓർത്താണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? അത് പോട്ടേടാ, നമ്മൾ സ്നേഹിക്കുന്ന ആളെ വിട്ടുകൊടുക്കുമ്പോഴല്ലേ ആ സ്നേഹം യഥാർത്ഥമാവുന്നുള്ളൂ. അതുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ. നിനക്കൊരു പുതിയ ജീവിതമായിട്ടുണ്ട്, അതിലേക്ക് തന്നെ നീ സ്നേഹിക്കൂ, അതായത് അഞ്ജലിയെ സ്നേഹിക്കൂ എന്നൊക്കെ മനുവിനോട് ഏട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ മനു ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ പോലും നിൽക്കുന്നില്ല. കാരണം സ്നേഹയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ മനുവിന് കേട്ടോ. അങ്ങനെ തന്നെ മനുവിൻ്റെയും അഞ്ജലിയുടെയും ആദ്യ രാത്രിയാണ്. അത് കുളമാക്കാൻ തന്നെ അഞ്ജലിയുടെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കാൻ അതിലേക്ക് പാലിലേക്ക് ഉറക്കഗുളിക ചേർക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അമ്മയും മുത്തശ്ശിയും വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, പാലൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. മഞ്ഞളിട്ടോ മോളെ എന്ന് പറയുമ്പോൾ, അതെല്ലാം ഇട്ടു, കുങ്കുമപ്പൂവും ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും എത്രയും പെട്ടെന്നാവട്ടെ. അപ്പോഴത്തേനാണ് മനു അവിടെ വന്നിട്ട് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയും അമ്മയും ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ ഇപ്പോൾ വെള്ളം കുടിക്കുന്നത്? എനിക്കിത് ഹൈച്ചു മുത്തശ്ശി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് അതൊന്നുമല്ല, അഞ്ജലിയെ കാണാനുള്ള ധൃതിയാണ് അവന്. നിൻ്റെ ഒരു ധൃതിക്കാരൻ, നീ വേഗം പോയി റൂമിലിരിക്കുക, അവളിപ്പോൾ വരും പാലുമായിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനുവിനെ റൂമിലേക്ക് പറഞ്ഞയക്കുക കേട്ടോ മുത്തശ്ശിയും അമ്മയും ചെയ്യുന്നത്. അങ്ങനെ തന്നെ അഞ്ജലി വന്നതിന് ശേഷം പാല് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നന്നായിരിക്കട്ടെ എന്നൊക്കെ അവർ ആശംസിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മനു റൂമിലേക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ സ്നേഹയാണ് കാണുന്നത്. അഞ്ജലി വരുന്നത് സ്നേഹമായിട്ടാണ് മനുവിന് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ അവൾ റൂമിലേക്ക് വരുമ്പോഴത്തേനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അത് സ്നേഹമല്ല അഞ്ജലിയാണെന്നുള്ളത് മനുവിന് മനസ്സിലാവുന്നത്. അപ്പോഴത്തേനും മനുവിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അഞ്ജലിയാണെങ്കിലും ടെൻഷനോട് കൂടി തന്നെയാണ് റൂമിലേക്ക് വരുന്നത്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രണ്ടുപേരും അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അഞ്ജലി മനുവിനോട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. മനു, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പഠിക്കാൻ പോകണം എന്നൊക്കെ, പക്ഷേ അത് കള്ളമായിരുന്നു. അതിൽ പകുതി സത്യമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവിടെ പഠിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരെയെന്ന് ചോദിക്കുമ്പോൾ സൂര്യ എന്ന് പറയുമ്പോൾ അത് ഗേൾ ഫ്രണ്ടാണോ എന്നൊക്കെയാണ് മനു ചോദിക്കുന്നത്. അല്ല, എൻ്റെ ബോയ് ഫ്രണ്ടാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ, ഞങ്ങൾ ഒന്നാവാൻ തീരുമാനിച്ചതാണെന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് അഞ്ജലിക്ക് ഒരു പ്രണയമുണ്ട്, അതുകൊണ്ടാണ് അഞ്ജലി അങ്ങനെ പറയുന്നത്. ഇത് കേൾക്കുന്ന മനുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും താൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ് തനിക്ക് എന്നും വേണ്ടത്, അഞ്ജലിയല്ല. അതുകൊണ്ട് തന്നെ അഞ്ജലി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് തന്നെയാണ് മനുവിൻ്റെ ആഗ്രഹം.